ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് മെയ് 14 എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്നും അതേപോലെ മെയ് 15 നാളത്തേക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റി ആക്ച്വലി ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് നല്ലൊരു റാലി തരുവാണ് ചെയ്തത്. റാലി മീൻസ് ഓൾമോസ്റ്റ് 23,400 തൊട്ട് ഓൾമോസ്റ്റ് 600 ഓൾമോസ്റ്റ് ഒരു 200 പോയിന്റ്സിന്റെ മാർക്കറ്റിലെ മൂവ്മെന്റ് ആണ് സംഭവിച്ചു. പ്രീവിയസ്ലി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 12-ാം തീയതിന്റെ ഹൈ നിന്നാണ് ഒരു റിജക്ഷൻ ഫൈൻഡ് ചെയ്ത് ആ റേഞ്ചിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കറന്റ്ലി വി ഹാവ് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കറന്റ്ലി നമുക്ക് ഇതൊരു സപ്പോർട്ടായിട്ട് എടുക്കാം. ഇന്നത്തെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ഏരിയയും ക്രൂഷ്യലാണ്. അപ്പം ഇതൊരു സപ്പോർട്ടായിട്ട് എടുക്കാം. അപ്പം മേജർ സപ്പോർട്ട്സ് വരുന്നത് ഇതാണ് 23,420, അതേപോലെ 23,260. ഇതൊക്കെയാണ് മേജറായ സപ്പോർട്ട്സ് വരുന്നത് നിയർ ടേംസിൽ. ഓക്കെ, അതേപോലെ 23,900 ഇല്ലെങ്കിൽ 24,000 തന്നെ പറയാം. 24,000 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അതേപോലെ 23,800 അത് മേജറായ ഒരു സപ്പോർട്ട് റേഞ്ച് തന്നെയാണ്. 23,800 റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പം അവിടെ നിന്നാണ് മാർക്കറ്റ് ചെറുതായിട്ട് റിജക്ട് ചെയ്യുന്നത്. നാളെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആദ്യം 23,800 ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും 24,000 മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓക്കെ, അതേപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിയിട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് കുറച്ചുകൂടെ നിഫ്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ ബുള്ളിഷ് ആയിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഹൈയും ലോ രീതിയിൽ പോയിട്ടില്ല. മാർക്കറ്റ് ഒന്ന് ആദ്യം രാവിലെ താഴെ വന്നു, എന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അവിടെ റിക്കവർ ചെയ്തു ആ റേഞ്ചിൽ തന്നെ നിൽക്കുവാണ്. ഓക്കെ, 12-ാം തീയതി ഹൈൻ്റെ ആ റേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ 24,400 റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ആ റേഞ്ചിൽ തന്നെ എൻഡ് ചെയ്യാണ് ചെയ്തത്. അപ്പം കുറച്ചുകൂടെ ബുള്ളിഷ് രീതിയിലാണ് ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ഇൻഡൈസസും എൻഡ് ചെയ്ത് എക്സെപ്റ്റ് നിഫ്റ്റി ഐ ടി മാത്രമാണ് ഇന്ന് ഒരു നെഗറ്റീവ് രീതിയിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. അപ്പം നിഫ്റ്റി ഐ ടി ഓൾറെഡി നമുക്കറിയാം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിനെയാണ്, മേജർ സപ്പോർട്ടിനെയാണ് ബ്രേക്ക് ചെയ്ത് പോയത്. അപ്പം അതിൻ്റെ ഒരു മാർക്കറ്റിൽ മൂവ്മെന്റ് താഴോട്ട് വരാൻ ഇനിയും ചാൻസസ് ഉണ്ട്. നല്ല വീക്കാണ് നിഫ്റ്റി ഐ ടി. കറന്റ്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഉള്ളത് 27,000 ഈ ഒരു റേഞ്ച് തന്നെയാണ്. 26,000 ഓൾമോസ്റ്റ് ഒരു 27,000 ഒരു 300 പോയിന്റ്സിന്റെ മാർക്കറ്റ് ഇനിയും ഡൗൺ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സപ്പോർട്ട് കിടപ്പുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഐ ടിയിൽ നാളെ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈവൻ നമുക്ക് ഫാർമ സെക്ടറിൽ വരുവാണ്. ഫാർമ സെക്ടർ ആൻഡ് ഹെൽത്ത് കെയർ ആണ് ഇന്നത്തെ ഔട്ട് പെർഫോം ചെയ്ത രണ്ട് സെക്ടേഴ്സ്. ഓക്കെ, അപ്പം ഓൾ ടൈം ഹൈ ആണ് ഇന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരാഴ്ച കൺസോളിഡേറ്റ് ചെയ്തു. അവിടെ നിന്നാണ് മാർക്കറ്റ് പുതിയതായ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫാമയിൽ. അപ്പം ഈ സ്റ്റോക്സിൽ എൻട്രി പുഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതേപോലെ നിഫ്റ്റി ഹെൽത്ത് കെയർ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഹെൽത്ത് കെയറും അതേപോലെ തന്നെ ലാസ്റ്റ് 2 to 1 വീക്കിൻ്റെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഒരു സ്ട്രോങ് ആയ ബ്രേക്ക് ഔട്ടാണ് നിഫ്റ്റി ഹെൽത്ത് കെയറിലും കാണുന്നത്. അപ്പം നിഫ്റ്റി ഫാമയും നിഫ്റ്റി ഹെൽത്ത് കെയറും നല്ല രീതിയിലുള്ള മൊമെൻറ്റം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ സ്റ്റോക്സിൽ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് ബ്രോഡ് ബേസ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി മിഡ് ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ മിഡ് ഗ്യാപ്പിൽ ആക്ച്വലി ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ മിഡ് ഗ്യാപ്പ് സ്റ്റോക്സിൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്ത് തിരിച്ചവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം നാളെ ഈ റേഞ്ചിൽ നിന്ന് തിരിച്ച് ഒരു ഓൾമോസ്റ്റ് 17,000 മാർക്കറ്റ് മൂവ് ചെയ്യാൻ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വരാനുള്ള ചാൻസസ് സ്മോൾ ക്യാപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു സ്റ്റോക്ക് സ്പെസിഫിക്കിൽ നോക്കുവാണെങ്കിൽ ഇന്ന് NLC ഇന്ത്യയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നല്ലൊരു മൊമെന്റം ഇന്ന് കിട്ടിയ ഓൾമോസ്റ്റ് 13% ആണ് മാർക്കറ്റ് ഇന്ന് NLC ഇന്ത്യയിൽ മൂവ് ചെയ്തിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് ആക്ച്വലി അത് ഓൾ ടൈം ഹൈ തന്നെയാണ്. ബട്ട് എന്നാലും ഇന്ന് അതിന്റെ
റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു, Q4 റിസൾട്ട്. അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ന്യൂസ് ബേസ് ഉള്ള ഒരു റിയാക്ഷനാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ സരിഗമയിലും ഇന്ത്യ ലിമിറ്റഡിൽ ഇന്ന് ന്യൂസ് ബേസ് തന്നെയാണ് Q4 റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞുള്ള മൂവ്മെന്റ് ആണ്, ഓൾമോസ്റ്റ് 14% ആണ് ഇന്ന് സരിഗമ ഇന്ത്യ മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം കറന്റ്ലി നമുക്ക് കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് പുട്ട് സൈഡ് നല്ല രീതിയിലുള്ള ബിൽഡപ്പ് നടന്നിട്ടുണ്ട്. അതേപോലെ കോൾ സൈഡ് കുറവാണ് കമ്പയറിംഗ് ടു പുട്ട് സൈഡ്. അപ്പം മാർക്കറ്റ് ഇവിടെ ഒരു ബുള്ളിഷ് മൊമെന്റം കാണിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഈവൻ കാര്യം പറയുകയാണെങ്കിലും പുട്ട് സൈഡ് സപ്പോർട്ടായിട്ടും കോൾ സൈഡ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പം കറന്റ്ലി നോക്കുന്ന സമയത്ത് 23,500 നല്ല രീതിയിൽ ഇന്ന് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അതേപോലെ 23,400 പിന്നെ 23,000. അപ്പം നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നിഫ്റ്റിക്കുണ്ട് ഇവിടെ. അതേപോലെ ഇന്ന് 23,600 അപ്പോൾ ഇവൻ 600 പോലും പുട്ട് സൈഡ് നല്ല രീതിയിലുള്ള ബിൽഡപ്പ് കാണുന്നുണ്ട്. കോൾ സൈഡ് ഓൾമോസ്റ്റ് 23,900 ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ബട്ട് മൈൽഡ് ആയിട്ടാണ് കോൾ സൈഡ് ഇൻക്രിമെന്റ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കോൾ സൈഡ് ബിൽഡപ്പ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുള്ളിഷ് ആകാനുള്ള ചാൻസസ് ആണ് നാളെ കാണുന്നത്, ഈവൻ ഈ ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് നോക്കാവുന്നത് ഏതൊക്കെയാണ് കറന്റ്ലി നമുക്ക് നാളെയുള്ള കാര്യങ്ങൾ നോക്കാം. നാളെ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്വാർട്ടർ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്ന ഇത്. JSW അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല റിസൾട്ടാണ്. ഇപ്പം നാളെ ഇതിന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് സ്റ്റോക്കിൽ കാണാം. അതേപോലെ HIL, വിശാൽ മാർട്ട്, മുത്തൂറ്റ് ഫിനാൻസ് ഇതൊക്കെയാണ് ഇന്ന് അനൗൺസ് ചെയ്യാനുള്ള സ്റ്റോക്സ്. നാളെ ടാറ്റ സ്റ്റീലും സോളാർ ഇൻഡസ്ട്രി, പിന്നെ സെയിൽ ഇന്നലെ നല്ല രീതിയിൽ മൂവ് ചെയ്തിരുന്ന മേലോട്ടേക്ക്. അപ്പം നമുക്ക് നാളെ അതിനെയും ഒരു ന്യൂസ് ബേസ് ഉള്ള മൂവ്മെന്റ് നാളെയും കാണാൻ സാധിക്കും. ഓക്കെ, പവർ ഗ്രിഡും SBIനാണ് മെയിൻ ആയിട്ട് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്ക്. അപ്പം ഇതിൽ നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. അപ്പൊ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നുമുണ്ട് SBIയിൽ. അപ്പം നോക്കി മാത്രം ഈ സ്റ്റോക്സുകളിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ നാളെ Q4 റിസൾട്ട്സ് വരുന്നുണ്ട് അതിൽ. ഓക്കെ, അപ്പം ഹാപ്പി ട്രേഡിംഗ്, ബൈ.